ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് ജ്യോതിഷത്തിൽ വിശ്വാസവും താല്പര്യമുള്ള ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കന്നിക്കൂറിൽ ജനിച്ചവർക്ക് 2026 ജൂലൈ മാസത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ചാരഫലം എങ്ങനെയൊക്കെയാണെന്ന് പരിശോധിക്കാം. ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൽ ഉൾപ്പെടുന്നത്. ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം. സൂര്യൻ 16-ാം തീയതി വരെ മിഥുനം രാശിയിലും അതിനുശേഷം കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യും. ചൊവ്വ ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ബുധൻ 7-ാം തീയതി വരെ കർക്കിടകം രാശിയിലും അതിനുശേഷം മിഥുനം രാശിയിലും സ്ഥിതി ചെയ്യും. വ്യാഴം കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ശുക്രൻ 4-ാം തീയതി വരെ കർക്കിടകം രാശിയിലും അതിനുശേഷം ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യും. ശനി മീനൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ജൂലൈ മാസം വലിയ സൗഭാഗ്യങ്ങൾ അനുഭവപ്പെടുന്ന മാസമാണ്. ഏതാണ്ട് ഒട്ടുമിക്ക ഗ്രഹങ്ങളും ചാരവശാൽ അനുകൂല ഭാവത്തിലാണ് നിലകൊള്ളുന്നത്. 12 കൂറുകാരുടെ രാശിഫലം പരിശോധിക്കുമ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട ചാരഫലം അനുഭവപ്പെടുന്നത് കന്നി കൂറുകാർക്കാണ്. അത് എങ്ങനെയൊക്കെയാണെന്ന് പരിശോധിക്കാം. 16-ാം തീയതി വരെ ഈ കൂറുകാർക്ക് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് 10-ാം ഭാവത്തിലാണ്. അതിനുശേഷം 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യും. 10ഉം 11ഉം ഭാവത്തിലെ സൂര്യന്റെ സ്ഥിതി അനുകൂല ചാരഫലമാണ് നൽകുന്നത്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ കൂറുകാർക്ക് സാധിക്കുവാൻ കഴിയും. എല്ലാ വിധത്തിലും എല്ലാ രംഗത്തും വിജയം കൈവരിക്കും. തങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ ഈ മാസത്തിൽ ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ്. കർമ്മരംഗത്ത് പ്രത്യേകിച്ചും ഉന്നതമായ വിജയം സൂര്യന്റെ അനുകൂല സ്ഥിതി മൂലം ഇവർക്ക് വന്നു ചേരും. സ്ഥാനാന്തര പ്രാപ്തിയും 11-ാം ഭാവത്തിലെ സൂര്യൻ നൽകുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ ഈ കൂറുകാർക്ക് കഴിയുന്നതാണ്. പ്രത്യേകിച്ച് കർമ്മമേഖലയിൽ വലിയ ഒരു കുതിച്ചുചാട്ടം അനുഭവപ്പെടും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിനേക്കാൾ മെച്ചപ്പെട്ട ഒരു തൊഴിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. ഉയർന്ന സ്ഥാനത്തേക്കുള്ള പ്രമോഷനുകളും അതുപോലെ അനുകൂലമായ സ്ഥലമാറ്റങ്ങളും ജൂലൈ മാസത്തിൽ ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാനുള്ള അവസരം ഉണ്ടാകും. സർക്കാർ ജീവനക്കാർക്കും മറ്റും ഉയർന്ന അധികാര പദവിയിലേക്ക് പ്രമോഷൻ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അനുകൂലമായ സമയമാണ്. തങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കോഴ്സിന് പ്രവേശനം നേടുവാൻ ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസം പൂർത്തിയാക്കി തൊഴിലന്വേഷിക്കുന്ന യുവാക്കൾക്കും തങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള ഒരു തൊഴിൽ തരപ്പെടുത്തുവാൻ ജൂലൈ മാസത്തിൽ സാധിക്കുന്നതാണ്. ചൊവ്വ ഇവർക്ക് അനിഷ്ടഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ധനപരമായ ചില നഷ്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. അതുപോലെ പല കാര്യങ്ങളിലും വിജയിക്കുന്നതിന് ചില തടസ്സങ്ങളൊക്കെ 9-ാം ഭാവത്തിലെ ചൊവ്വ മൂലം ഉണ്ടാകുന്നതാണ്. രോഗലക്ഷണങ്ങളും കാണുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ബഹുഭൂരിഭാഗം ഗ്രഹങ്ങളും അനുകൂല ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും ഭാഗ്യാനുഭവങ്ങൾ ചൊരിയുന്നത് കൊണ്ടും ഈ ചൊവ്വയുടെ ദോഷഫലങ്ങൾ കാര്യമായിട്ട് അനുഭവത്തിൽ വരുന്നതല്ല. ഭദ്രകാളിക്ക് പ്രീതികരമായ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ച് ചൊവ്വയെ കൊണ്ടുള്ള ദോഷം ഇല്ലാതാക്കാവുന്നതാണ്. ബുധൻ ഈ കൂറുകാർക്ക് 7-ാം തീയതി വരെ സ്ഥിതി ചെയ്യുന്നത് 11-ാം ഭാവത്തിലാണ്. അതിനുശേഷം 10-ാം ഭാവത്തിലാണ്. 11-ാം ഭാവത്തിലെ ബുധന്റെ ചാരഫല പ്രകാരം മനോഹരമായ സംസാരം ഇവർക്ക് ഒരു അനുഗ്രഹവുമായി മാറും. വളരെ ആകർഷകമായ രീതിയിൽ സംസാരിക്കുന്നതിലൂടെ സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും പ്രീതി പിടിച്ചു പറ്റുവാൻ ഇവർക്ക് സാധിക്കും. ഇത് കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങൾക്ക് ഇടയാക്കും. ശത്രുക്കളെ പോലും വശത്താക്കുവാൻ കഴിയുന്ന രീതിയിൽ വാക് സാമർഥ്യം പ്രകടിപ്പിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുവാൻ ഈ ജൂലൈ മാസത്തിൽ സാധിക്കും. അപ്രാപ്യമെന്ന് കരുതിയ പല കോഴ്സുകളിലേക്കും പ്രവേശനം നേടുവാനും അവിടെ വിജയിക്കുവാനും ഈ കൂറിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. ബഹുവിധത്തിലുള്ള ധനലാഭം ഈ കൂറുകാർക്ക്
11-ാം ഭാവത്തിലെ ബുധന്റെ സ്ഥിതി മൂലം വന്നു ചേരും. കൃഷിക്കാർക്കും കച്ചവടക്കാർക്കും ഫാക്ടറി നടത്തുന്നവർക്കും തൊഴിലാളികൾക്കും ഒക്കെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ്. കർമ്മരംഗത്തു നിന്നും ലാഭം ഇതുവരെ കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്കെല്ലാം മെച്ചപ്പെട്ട ലാഭം കർമ്മരംഗത്തു നിന്നും ഈ മാസത്തിൽ പ്രതീക്ഷിക്കാം. കർമ്മരംഗം കൂടുതൽ വിപുലീകരിക്കുവാനും അതിൽ നിന്നും കൂടുതൽ സാമ്പത്തിക നേട്ടം അനുഭവിക്കുവാനും ഇവർക്ക് അവസരം ലഭിക്കും. എല്ലാ കാര്യങ്ങളിലും വിജയം ഇവർക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അപ്രാപ്യമെന്ന് കരുതിയ പലതും നേടിയെടുക്കുവാൻ ഈ കൂറുകാർക്ക് 11-ാം ഭാവത്തിലെ ബുധന്റെ സ്ഥിതി മൂലം കഴിയുന്നതാണ്. എല്ലാവിധത്തിലും സൗഖ്യം ഇവർക്ക് അനുഭവപ്പെടും. മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്നവരുണ്ടെങ്കിൽ അതെല്ലാം വളരെ വേഗം വിട്ടുമാറി വലിയ ഉന്മേഷവും മനസ്സിന് സന്തോഷവും ഇവർക്ക് അനുഭവപ്പെടും. ഉദ്യോഗ ആവശ്യത്തിനോ വിദ്യാഭ്യാസ ആവശ്യത്തിനോ ദൂരദേശങ്ങളിൽ താമസിക്കേണ്ടി വന്നതിൻ്റെ പേരിൽ ഭാര്യയായിട്ടോ ഭർത്താവുമായിട്ടോ സന്താനങ്ങളുമായിട്ടോ വേർപെട്ട് കഴിയേണ്ടി വന്നവർക്ക് എല്ലാവരുമായി ഒന്നിച്ച് സഹവാസം ചെയ്യാനുള്ള അവസരം ലഭിക്കും. ശത്രുക്കളായിരുന്നവരൊക്കെ മിത്രങ്ങളായി മാറുകയും വലിയ സഹായങ്ങൾ ഈ കൂറുകാർക്ക് അവരിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യും. പല മേഖലയിൽ നിന്നും സാമ്പത്തികമായ ലാഭം ഇവർക്ക് വന്നു ചേരും. ചിട്ടി, ലോണ് ഒക്കെ പിടിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ്. കടം കൊടുത്ത തുക തിരികെ കിട്ടാനുള്ളവർക്ക് അനായാസമായിട്ട് ഈ തുക തിരികെ ലഭിക്കും. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി കൂടുതൽ അഭിരമിക്കുവാനുള്ള അവസരവും ഈ കൂറുകാർക്ക് വന്നു ചേരും. നാനാതരത്തിൽ മനസ്സിന് ഉന്മേഷവും സന്തോഷവും ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. വ്യാഴം ഈ കൂറുകാർക്ക് 11-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സർവാഭീഷ്ട സ്ഥാനമായ 11-ൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഈ കൂറുകാരുടെ അഭീഷ്ടങ്ങളൊക്കെ സാധിച്ചു തരും. വളരെ കാലമായി ആഗ്രഹിച്ചിട്ട് നേടാൻ കഴിയാത്തതൊക്കെ നേടിയെടുക്കുവാൻ ഈ കൂറുകാർക്ക് ജൂലൈ മാസത്തോടെ സാധിക്കുന്നതാണ്. വീട്, വാഹനം ഇതൊക്കെ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. കൃഷിഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് സാധിക്കും. വിവാഹ ആലോചന നടക്കുന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയും. മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതി അനുഭവപ്പെടുവാൻ 11-ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി സഹായിക്കും. സ്ഥാനാന്തര പ്രാപ്തി 11-ാം ഭാവത്തിലെ വ്യാഴവും ഈ കൂറുകാർക്ക് നൽകുന്ന ചാരഫലമാണ്. ഉയർന്ന നിലയിലേക്ക് ജീവിതം മാറ്റിയെടുക്കുവാൻ ഈ കൂറുകാർക്ക് അവസരമുണ്ടാവും. 4-ാം തീയതി വരെ ശുക്രൻ 11-ാം ഭാവത്തിലും അതിനുശേഷം 12-ാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ബന്ധുലാഭവും മൃഷ്ടാന്ന ഭോജനവും 11-ാം ഭാവത്തിലെ ശുക്രന്റെ ചാരഫലമാണ്. കൂടുതൽ ആളുകളുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും അവരുമായിട്ട് സഹവാസം ചെയ്യുവാനുള്ള യോഗം ഈ കൂറുകാർക്ക് വന്നു ചേരും. ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ യഥേഷ്ടം ആസ്വദിക്കാനുള്ള അവസരവും ഇവർക്ക് ലഭിക്കുന്നതാണ്. കളത്ര സുഖപ്രാപ്തിയും 11-ാം ഭാവത്തിലെ ശുക്രൻ നൽകുന്ന ചാരഫലമാണ്. വളരെ കാലമായി വിവാഹ ആലോചന നടന്നു വരുന്ന ഈ കൂറുകാർക്ക് അനുയോജ്യമായ ഒരു വിവാഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ അകന്നു കഴിയുന്ന ദമ്പതിമാർക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒന്നിച്ചേരുവാനുള്ള അവസരവും ഉണ്ടാവും. പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരായിട്ട് ഈ കൂറിൽപ്പെട്ടവരുണ്ടെങ്കിൽ അതിൽ നിന്നുമൊക്കെ വളരെ വേഗത്തിലുള്ള ഒരു മോചനം ഇവർക്ക് ലഭിക്കുന്നതാണ്. ഉന്നതമായ സാമ്പത്തിക നിലയും മറ്റ് സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഇവർക്ക് യോഗം വരും. മനപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പെട്ടെന്ന് വിട്ടുമാറി മാനസികമായി വലിയ സന്തോഷം തരുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഇവർക്ക് വന്നു ചേരും. സുഗന്ധ ദ്രവ്യങ്ങൾ ധാരാളമായി വാങ്ങുവാനും ഉപയോഗിക്കുവാനും ഒക്കെയുള്ള അവസരവും ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. 12-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ഉത്കൃഷ്ടമായ മാർഗത്തിലൂടെയുള്ള ധനാഗമം ഈ കൂറുകാർക്ക് നൽകും. വളഞ്ഞ വഴിക്കല്ലാതെ സത്യസന്ധമായി നേരായ മാർഗത്തിലൂടെ ധാരാളം പണം സമ്പാദിക്കുവാൻ ഈ കൂറുകാർക്ക്
സാധിക്കുന്നതാണ്. അതുപോലെ വിശിഷ്ട വസ്ത്രങ്ങൾ വാങ്ങുവാനും ഉപയോഗിക്കുവാനും ഈ കൂറുകാർക്ക് അവസരം ഉണ്ടാകും. പൊതുവെ ഈ ഗ്രഹങ്ങളുടെ എല്ലാം അനുകൂല സ്ഥിതി മെച്ചപ്പെട്ട ഭാഗ്യാനുഭവങ്ങളുടെ ഒരു കുത്തൊഴുക്ക് ഈ കൂറുകാർക്ക് ലഭ്യമാക്കും. 6-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹുവും ഇവർക്ക് അനുഗ്രഹ ഭാവത്തിലാണ്. രോഗങ്ങൾ മൂലവും ശത്രുക്കൾ മൂലവും അനുഭവിച്ചു വന്നിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വളരെ വേഗത്തിൽ ഇല്ലാതാകും. സർവകാര്യത്തിലും ഇവർക്ക് വിജയം ഉണ്ടാകും. ജീവിത അഭിലാഷങ്ങളൊക്കെ ഈ കൂറുകാരെ സംബന്ധിച്ച് ജൂലൈ മാസത്തിൽ നിറവേറ്റുവാൻ വളരെ അനുകൂലമായ സമയമാണ്. കേതു ഈ കൂറുകാർക്ക് 12-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 12-ാം ഭാവത്തിലെ കേതുവിന്റെ സ്ഥിതി മൂലം അനാവശ്യമായ ചില ചെലവുകളൊക്കെ വന്ന് ഭവിക്കുവാൻ സാധ്യതയുണ്ട്. പണസംബന്ധമായ കാര്യങ്ങളിൽ വളരെ ഗൗരവമായ ആലോചനകൾ നടത്തേണ്ടതുണ്ട്. പണം ചെലവാക്കുമ്പോൾ അതിൻ്റെ ലാഭനഷ്ടങ്ങൾ കൂടി കണക്കാക്കി വേണം തീരുമാനം എടുക്കേണ്ടത്. മറ്റുള്ളവരുടെ പ്രേരണ മൂലം ഒരു പദ്ധതിയും ആവിഷ്കരിക്കുവാൻ തയ്യാറാകരുത്. മുതിർന്നവരുടെയും അനുഭവ സമ്പത്തുള്ളവരുടെയും ഉപദേശങ്ങൾ തേടിയതിനു ശേഷം മാത്രമേ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും പണം ചെലവഴിക്കുവാനും ശ്രമിക്കാവൂ. വലിയ ഗൗരവമുള്ളതല്ലെങ്കിൽ കൂടി രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ വൈദ്യസഹായം തേടി ചികിത്സിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. ഗണപതി ഭഗവാന് കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും ഗണപതി ഹോമം നടത്തി പ്രാർത്ഥിക്കുന്നതും കേതുവിന്റെ അനിഷ്ടഭാവസ്ഥിതി മൂലമുള്ള ദുരിതങ്ങൾ ഇല്ലാതാക്കുവാൻ ഈ കൂറുകാരെ സഹായിക്കും. ഭൂരിഭാഗം ഗ്രഹങ്ങളും അനുകൂല ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് കൂടുതൽ ധനലാഭവും ഭാഗ്യാനുഭവങ്ങളും ഈ കൂറുകാർക്ക് അനുഭവപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. കന്നിക്കൂറിൽ ജനിച്ച എല്ലാവർക്കും കൂടുതൽ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.